ഹലോ ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നമ്മൾ അന്ന് ഐശി ചേച്ചിക്ക് കൊടുത്തില്ലേ, ആ എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ പറിക്കാനായിട്ട് ഞങ്ങളിത് ഇങ്ങനെ ഇറങ്ങിയതാണ്. കുറച്ച് കാടും പല്ലതൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നേരെ പറിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു പാത്രം നിറയെ വേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മൈലാഞ്ചിയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. നമ്മളൊരു പാത്രത്തിൻ്റെ ഒരു ഭാഗത്തോളം എടുത്തിട്ടുണ്ട് മൈലാഞ്ചി. ഇത് നമ്മുടെ തുളസി ഇലയും നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയുമാണിത്. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് പേരയിലയാണ്. പിന്നെ അതിനുശേഷം അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഇതെല്ലാം നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉലുവ കൂടി വേണം. നമുക്ക് അടുത്തതായിട്ട് ഒരു ഉരുളി ചൂടാക്കാൻ വയ്ക്കാം. അത് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ എണ്ണ മുഴുവൻ നമ്മളിവിടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് തുടങ്ങാം. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് എണ്ണ അധികം തിള വരാൻ നമ്മൾ നോക്കി നിൽക്കണ്ട. കാരണം നമുക്കിതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടേണ്ടതല്ലേ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-3 പിടി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഉലുവയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഉലുവ പൊട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ സവാളയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള ഇങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, കാരണം ഇതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ ശരിയായിക്കോളും. ഇനി നമുക്ക് നമ്മുടെ ഈ സവാളയും ഉലുവയും എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്തൊന്നും സവാള ഇപ്പോൾ വരണമെന്നില്ല, കാരണം നമുക്കിനി നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതെല്ലാം കിടന്ന് നന്നായിട്ട് വാടി വരേണ്ടതല്ലേ. അപ്പോൾ അത് കാരണം ഈ ഒരു ഇതിലായാലും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് വേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ വേപ്പില എണ്ണയിൽ മുങ്ങണവരാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ വേപ്പില നന്നായിട്ട് താന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ അതിങ്ങനെ നമ്മുടെ ഈ ഉരുളിയുടെ പൊക്കത്തിൽ നിന്നതല്ലേ, ഇപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അതിങ്ങനെ അത്യാവശ്യം താഴ്ന്നു വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ തുളസിയിലയും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. അതും ചേർത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് കൊടുത്ത പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് താഴ്ത്തി കൊടുക്കണം. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ എന്തോരം കിട്ടണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം അത്യാവശ്യം ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി അടുത്തത് മൈലാഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും നമ്മൾ നേരത്തെ പോലെ തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്നാലേ നമ്മുടെ ഈ മൈലാഞ്ചിയും നമ്മുടെ എണ്ണയിലേക്ക് ഇങ്ങനെ മുങ്ങിക്കിടക്കുകയുള്ളൂ. ഈ വീഡിയോ മുഴുവനും കാണണം കേട്ടോ എല്ലാവരും, കാരണം ഞാൻ വീഡിയോയുടെ അവസാനം കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട്. നമ്മൾ മുടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിന് കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട്. നമുക്കിനി അടുത്തത് നമ്മുടെ പേരയില ചേർത്ത് കൊടുക്കാം. പേരയില ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ നമ്മുടെ ആര്യവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയിൽ നിന്ന് ഇങ്ങനെ. അപ്പോൾ സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക് നമ്മുടെ അടിയിൽ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്.
കണ്ടോ ഇങ്ങനെ ഇളക്കി നമ്മളിങ്ങനെ അടിയത്തത് ഇങ്ങനെ മുരിഞ്ഞു വരുന്നതനുസരിച്ച് ഇതിങ്ങനെ മിക്സ് ചെയ്ത് അടിയിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോഴും നമ്മുടെ മേൽഭാഗത്തിൽ കിടക്കണതൊക്കെ താഴത്തേക്ക് പോയിട്ട് അതും മുരിഞ്ഞു വരുള്ളൂ. കണ്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അടിഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് ആക്കി കൊടുക്കണം. ഇടയ്ക്ക് നോക്കുമ്പോൾ മുരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതായിപ്പോൾ കണ്ടോ നമ്മുടെ ഇലകൾക്കൊക്കെ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മാച്ചി ഞങ്ങൾക്ക് പണ്ട് ഇങ്ങനെയാണ് എണ്ണ കാച്ചി തരാറുള്ളത്. അതുകൊണ്ട് വേറെ ആൾക്കാരെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഇലയെല്ലാം വാടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ നമുക്ക് എണ്ണ വേണമെങ്കിൽ നോക്കി എടുക്കേണ്ടി വരും. നമ്മൾ കണ്ടോ അതേപോലത്തെ പരുവമായി. കണ്ടോ നമ്മുടെ ഇലയൊക്കെ നല്ല മുരിഞ്ഞ സൗണ്ട് നിങ്ങൾ കേൾക്കണില്ല, നല്ല കിലുകിലാന്നുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കണില്ലേ? ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ എണ്ണയുടെ ഉള്ള ഇലകൾ വാടി വരുമ്പോൾ ഇരിക്കാനായിട്ട്. പിന്നെ അത് നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ പിഴിഞ്ഞെടുക്കണത്. അപ്പോഴത്തേക്ക് അതൊന്നുകൂടെ ഇരുന്ന് മുരിഞ്ഞോളും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ എണ്ണ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തല്ലോ ഗ്യാസ്. നമുക്കിനി പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത്. സവാളയൊക്കെ കണ്ട നമ്മൾ ഇന്നലെ ഇട്ടൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഇരുന്നൂടെ നമ്മളുണ്ട് ഇതേപോലെ വേണം പിഴിഞ്ഞ് മാറ്റി വെക്കാൻ. നമ്മൾ ആ പിഴിയണതും നമ്മൾ മാറ്റി വെച്ച് നമുക്ക് അതിൽ നിന്നും പിഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ കിട്ടും. അതിനുശേഷം നല്ലൊരു വൃത്തിയുള്ള ഒരു അരിപ്പയിലേക്ക് നമ്മുടെ മിക്സ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് അരിച്ചെടുക്കാം. അരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1.5 കിലോ എണ്ണ എടുത്തതിൽ എനിക്ക് 1 കിലോ എണ്ണയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കും കൂടി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ ചെയ്യാറ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇടാം. ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ 1 കിലോയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ 1.5 കിലോ വെളിച്ചെണ്ണ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം എനിക്കും ഒരെണ്ണം നമ്മളന്ന് ഐശു ചേച്ചിക്ക് കൊടുത്തപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഉണ്ടാക്കി തരാമോ എന്ന്. അപ്പോൾ ആ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇന്ന് അത് ആ കുട്ടിക്ക് നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം കേട്ടോ. ഇപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പാക്കും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തലയിൽ അപ്ലൈ ചെയ്യണത് അത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ഇടണമെങ്കിൽ ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ റെസിപ്പി ഇടാൻ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുടിയിൽ. അതായത് നനഞ്ഞ മുടി കെട്ടി വെക്കരുത്. പിന്നെ നനഞ്ഞ മുടി വെച്ച് നമ്മൾ കിടന്നുറങ്ങരുത്. പിന്നെ നമ്മൾ ചീപ്പ് കൊണ്ട് എപ്പോഴും മുടി ഇങ്ങനെ ചീകിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. ഞാൻ ആദ്യമൊക്കെ കുളി കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ ഉടനെ പച്ച മുടി ചീകുമായിരുന്നു. അങ്ങനെ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മുടിക്ക് അതിന് ഭയങ്കര ദോഷമാണത്. പിന്നെ നമ്മൾ ഷാമ്പു ഇടുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. വാട്ടറിൽ ഇങ്ങനെ കലക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാൻ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക. പണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ ഈ ഫോട്ടോയിലിടുന്ന ബിഫോർ അല്ല ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നത്. കാരണം എനിക്കൊരു പാർലറിൽ വെച്ച് തന്നെ മുടി വെട്ടി നശിപ്പിച്ചായിരുന്നു അവർ. പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങുന്നൊന്നും അറിയില്ലാത്ത കാരണം നമ്മളത് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു. ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചില്ലായിരുന്നു. അതാണ് ഇപ്പോൾ ഉള്ള ഒരു ബിഫോർ നമ്മൾ ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഇത്രത്തോളമൊക്കെ എൻ്റെ മുടി വെട്ടി അവർ നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ മുടി എന്തോരം എനിക്ക് വെട്ടിപ്പോയായിരുന്നെന്ന്. അപ്പോൾ എല്ലാവരും ഇത് ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 100% റിസൾട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാവരും ഓരോ ഹെയർ ടൈപ്പ് വ്യത്യാസമായത് കാരണം എല്ലാവർക്കും ചിലർക്ക് കറക്റ്റായിരിക്കും, ചിലർക്ക് കറക്റ്റ് ആവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് ഞങ്ങൾക്ക് പറയണം ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ പാക്കിൻ്റെ കാര്യം മറക്കണ്ട. പാക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി.
അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ഇട്ടുണ്ടാവരെ ടാറ്റ.